നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 22-ാം തീയതി 1200-ാം ആണ്ട് മിഥുന മാസം 8-ാം തീയതി ഞായറാഴ്ചയാണ്. ഇന്ന് നക്ഷത്രം ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രം ശരിക്കും പറഞ്ഞാൽ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. ഭരണി നക്ഷത്രമാണ്. നക്ഷത്രം ശുഭനക്ഷത്രത്തിൽ പെടുന്നതല്ല. അപ്പോൾ ഭരണി നക്ഷത്രത്തിലാണ് ഇന്നത്തെ ഉദയ നക്ഷത്രം. ഭരണി നക്ഷത്രത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് മിഥുന മാസത്തിലെ ഭരണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ നക്ഷത്രം ഭരണി എന്ന് പറയുമ്പോൾ ശുഭനക്ഷത്രമല്ല. ഭരണി ശുഭനക്ഷത്രത്തിൽ പെടുന്നതല്ല. അപ്പോൾ ഇന്ന് അത്ര ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ സമയമല്ല. പക്ഷെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ സൂര്യൻ്റെ ദിവസമാണ് കിട്ടിക്കുന്നത്. സൂര്യൻ എപ്പോഴും പ്രകാശത്തെ കൊടുക്കുന്നവനാണ്. സൂര്യനെ നോക്കി കണ്ട് പോയാൽ, അതായത് പ്രപഞ്ചനാഥനാണ് സൂര്യൻ. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ദശാനാഥനാണ് സൂര്യൻ. അപ്പോൾ സൂര്യനെ എത്രത്തോളം നമുക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാമോ അത്രയും പ്രീതിപ്പെടുത്തി കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ കുറച്ച് ടെൻഷനും അസ്വസ്ഥതയും, സൂര്യൻ ചൂടാണ്, തീപ്പൊള്ളലും ഒക്കെ ഉണ്ടാകാനിട വരുത്തും. അത് വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു വർഷക്കാലവും നിങ്ങൾ രാവിലെ എഴുച്ച് ഉദയ സൂര്യനെ തൊഴുക, ഉദിച്ച് പൊങ്ങുന്ന സൂര്യനെ ആരാധിക്കുക. അപ്പോൾ നമുക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരും, പുരോഗതിക്കിടവരും, വളരെ നേട്ടഭാവത്തെ പ്രദാനം ചെയ്തു തരും. ഇവയൊക്കെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. രാഹുകാലം യാത്രയ്ക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. രാഹുകാലത്തിന് ഇന്നത്തെ രാഹുകാലം പറഞ്ഞത് 5:10 തൊട്ട് 6:44 വരെയാണ് രാഹുകാലം. 4:30 എന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ കറക്റ്റ് രാഹുകാലത്തിനായിരിക്കില്ല ഇറങ്ങണത്. എല്ലാവരും കലണ്ടറിൽ ഇട്ടിരിക്കുന്ന രാഹുകാലം അത് കോമൺ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ 5:10 തൊട്ട് രാഹുകാലം തുടങ്ങുകയുള്ളൂ, 6:44 വരെ. അതുപോലെ യമകണ്ഠ കാലവും ഗുളികകാല സമയവും. അതിലിന്ന് ഗുളികകാല സമയം വരുന്നത് ശരിക്കും 3:35 തൊട്ട് 5:05 വരെയും. യമകണ്ഠ കാല സമയം വരുന്നത് 12:27 തൊട്ട് 2:01 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്നത്തെയും അഭിജിത്ത് മുഹൂർത്തം നമുക്ക് നല്ല ദിവസം അല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചില ശുഭകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, ചെയ്തേ തീരുവുള്ളെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കുക. 12:03 തൊട്ട് 12:51 വരെ 48 നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം നമുക്ക് പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും പോസിറ്റീവ് എനർജി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എന്ത് ദോഷത്തെയും മാറ്റി ആ സമയത്തെ നമുക്ക് പോസിറ്റീവായിട്ട്, നമ്മൾ ചെയ്യുന്ന സമയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്, ആ സമയത്ത് പോസിറ്റീവ് നിന്നാൽ അത് പോസിറ്റീവായി തീരും. അപ്പോൾ ചെയ്തേ പറ്റുള്ളെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കുക. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോവുക. റോസ് കളറോ താമരപ്പൂവിൻ്റെ കളറോ അതുപോലെ ചുടുകളിൻ്റെ കളറിലോ ഉള്ള വസ്ത്രം ധരിക്കുകയോ വസ്ത്രത്തിൻ്റെ കർച്ചീപ്പായിട്ട് കരുതുകയോ ഒക്കെ ചെയ്യുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.